ഇപ്പോൾ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ യോഗത്തിൽ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അലർട്ടുകളെല്ലാം നമ്മൾ സൂചിപ്പിച്ചതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ന്യൂനമർദ്ദമാണ് ഇപ്പോൾ കാണുന്ന അതിമഴയ്ക്കുള്ള എല്ലാ വിധത്തിലുള്ള അടിസ്ഥാനപരമായ കാരണവും ഉണ്ടാകുന്നത്. പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ വടക്കൻ ഒഡീഷ, ഗംഗാ തട, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അത് വെച്ചുകൊണ്ടാണ് കാലാവസ്ഥാ പ്രവചന വിഭാഗം നേരത്തെ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. കാലവർഷത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം കാലവർഷക്കാറ്റ് ഇടപെട്ട് ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള മലയോര മേഖലയിൽ മഴയും മഴയോടൊപ്പം നല്ല കാറ്റും ശക്തി പ്രാപിക്കും എന്ന് തന്നെ കാണുന്നുണ്ട്. പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ് വീശാനാണ് സാധ്യത. അതുകൊണ്ട് നാളെയും ഇതേ ശക്തിയോട് കൂടിയിട്ടുള്ള മഴ തുടരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശനിയാഴ്ചയോടുകൂടി മഴയുടെ ശക്തി കുറയുമെങ്കിലും ഈ ദിവസങ്ങളിലുണ്ടായ മഴയോടൊപ്പം 50-60 വേഗതയിലുള്ള കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റ് വീശുമെന്നുള്ളത് കൊണ്ട് മഴയുടെ എഫക്റ്റും കൂടുതലായി ആളുകൾക്കിടയിലേക്ക് പതിക്കാനുള്ള സംവിധാനം ഉണ്ടാകുമെന്ന് നമ്മൾ ഇപ്പോൾ കാണുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ദിവസങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള വലിയ ശ്രദ്ധ ആവശ്യമുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് മൂന്നാർ, ഏലപ്പാറ, ഇടുക്കി, പീരുമേട്, KDHP നമ്മളിപ്പോൾ കണ്ടപ്പോൾ 203 മുതൽ 311 വരെ മില്ലിമീറ്റർ മഴ പെയ്തതാണ് ഈ സ്ഥലങ്ങളിലെ എല്ലാം അനുഭവം. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത് KDHPയിൽ ഞമ്മക്കാട് സ്റ്റേഷനിൽ 311.2. സംസ്ഥാനത്തെ ഇപ്പോഴത്തെ അതിതീവ്ര മഴയ്ക്ക് കാരണം ന്യൂനമർദ്ദമാണ്. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. അതാണ് മന്ത്രി വിശദീകരിച്ചത്.